ഡോക്ടർ സോയ ജോസഫ്, ബജറ്റ് പ്രസംഗം പലപ്പോഴും പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഊതി വീർപ്പിച്ച വാഗ്ദാനങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ അത് വച്ച് നോക്കുമ്പോൾ റിയലിസ്റ്റിക്കായ ഒരു ബജറ്റ് പ്രഖ്യാപനം എന്ന് തന്നെ വിലയിരുത്തിക്കൂടെ കെ.എൻ. ബാലഗോപാലിന്റെ ബജറ്റിനെ? അല്ല, അത്തരത്തിൽ ഊതി വീർപ്പിക്കാൻ പോലും ഒന്നുമില്ലാത്ത സ്ഥിതിയിലാണ് എന്നുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ സംസാരിച്ച പിന്നെ ശ്രീ ശിവദാസനും അതിനു മുൻപ് നമ്മൾ കേട്ട ബജറ്റ് പ്രസംഗവും ഒക്കെ ഈ പറയുന്ന യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് എന്ന് ആവർത്തിച്ച് പറയുകയുണ്ടായി. ഈ ബജറ്റ് പ്രസംഗത്തിൻ്റെ തന്നെ ആമുഖത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളൊരു ഭാഗമാണ് നമ്മൾ ഈ ധനപ്രതിസന്ധിയെയൊക്കെ നമ്മൾ മറികടന്നു കഴിഞ്ഞിരിക്കുന്നു, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നതിൻ്റെ ഒരു സൂചന പോലും ബജറ്റിൽ എവിടെയെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിശയകരമാം വിധത്തിൽ നമുക്കത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ, അതിൽ ഇടകീറി പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഏറ്റവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വലിയ ഒരു വിഷയം കേരളത്തെ സംബന്ധിച്ച് ഒരു പിന്നെ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട് പാസ്സാക്കിയിട്ടുള്ള പദ്ധതി വിഹിതം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു പ്ലാൻ അലോക്കേഷൻ, അതുപോലും വെട്ടിച്ചുരുക്കിയ ഒരു സർക്കാരാണ് കഴിഞ്ഞ ഒരു വർഷമായി അതിൻ്റെ കൃത്യമായ കണക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിട്ടു. അപ്പോൾ ഈ ബജറ്റിനെ സംബന്ധിച്ച് പണ്ടൊക്കെ ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടി എന്താണ് ബജറ്റിൽ സംഭവിക്കുന്നത്, അത് കൃത്യമായി നടപ്പിലാക്കപ്പെടുകയും അത് കേരളത്തിൻ്റെ സാമ്പത്തികവും അല്ലെങ്കിൽ സാമൂഹികവുമായ ഒക്കെ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു ബജറ്റ്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടലാസിൽ കുറേ കാര്യങ്ങൾ എഴുതുന്നു. ഈ കാര്യങ്ങളൊന്നും പ്രാവർത്തികമാക്കാനോ നടപ്പിലാക്കാനോ കഴിയാതെ പോകുന്നു. ബജറ്റ് വെറും കടലാസ് രേഖയും പ്രസംഗവുമായി ഒതുങ്ങുന്ന ഒരു രീതി പലപ്പോഴും ഉണ്ട്. അത് കൃത്യമായി തന്നെ, കാരണം കഴിഞ്ഞ ബജറ്റിലെ കണക്കുകൾ നിരത്തിക്കൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ പല പ്ലാൻ അലോക്കേഷനിലും വളരെ ചെറിയ ശതമാനം മാത്രമാണ് അത് പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു രൂപ പോലും, അല്ലെങ്കിൽ ഈ പറയുന്ന IT-യുമായൊക്കെ ബന്ധപ്പെട്ട് വളരെ തുച്ഛമായ തുക മാത്രം ചിലവാക്കിയ ചില സ്കീമുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ പറയപ്പെടുന്ന, കടലാസിൽ പറയപ്പെടുന്ന കാര്യങ്ങളൊന്നും എന്നാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വളരെ മോശപ്പെട്ട രീതിയിലുമായി മാറുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പിലാകുന്നില്ല എന്നുള്ളൊരു പിന്നെ വാസ്തവ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് ബജറ്റും അല്ലെങ്കിൽ ബജറ്റിൽ അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളും തമ്മിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ ഒരു അപകടം, അല്ലെങ്കിൽ ആളുകൾക്ക് ഈ ബജറ്റിനെ സംബന്ധിച്ച് പോലുമുള്ള വിശ്വാസ്യത ഇല്ലാതായിരിക്കുന്ന ഒരു ഘട്ടം ഇവിടെയുണ്ട് കൃത്യമായി. പിന്നെ ഈ പറഞ്ഞതുപോലെ നികുതി വർധനവ്, ഇപ്പം ലാൻഡ് ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വർധനവുണ്ടായി, 50% വർധനവുണ്ടായി. അത് കൃത്യമായി തന്നെ, കാരണം ഈ പറയുന്നത് പോലെ തനത് നികുതി പിന്നെ അത് ഈ പറഞ്ഞ പിരിക്കുക എന്നൊക്കെയുള്ളത് സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയകളായി നടന്നു പോകുന്നു. പക്ഷേ പലപ്പോഴും ഈ നികുതി പിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ എത്രത്തോളം നമുക്കത് നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട്, അതിൽ അത് എത്രത്തോളം കാര്യക്ഷമമായി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെന്ന് ചിന്തിക്കണം. പിന്നെ പല കാര്യങ്ങളും പക്ഷേ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നികുതി പിരിവിലൊക്കെ കാര്യക്ഷമമായ വർധനവ് തന്നെയല്ലേ ഡോക്ടർ സോയ ജോസഫ് ഉണ്ടായിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം? അതിനകത്ത് പ്രതിപക്ഷ നേതാവ് അടക്കം ഉയർത്തിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്കും അപ്പുറം അക്കാര്യങ്ങളിൽ എന്താണ് വിമർശനം ഉയർത്താനുള്ളത്? അല്ല, ഈ പറയുന്നത് പോലെ ഇപ്പോൾ GST നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അപാകതകളുണ്ട്. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അത്തരം അപാകതകൾ നിലനിൽക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നികുതിയുടെ ഘടന, അല്ലെങ്കിൽ നികുതിയുടെ സംവിധാനങ്ങളിൽ മാറ്റം വരുത്തേണ്ട വലിയൊരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു റിവിഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാറ്റമോ മുന്നേറ്റമോ ഒന്നും സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ പറയുന്നത് പോലെ അവർ GST പിരിക്കുന്നു, ഞങ്ങൾക്ക് അതിൻ്റെ വിഹിതം തരുന്നില്ല എന്ന് അലമുറയിട്ട് കരയുന്ന ആളുകളായി മാത്രം നമ്മൾ നിന്നതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ള റിവിഷനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിഷ്കാരങ്ങളും ഒക്കെയായി നമ്മൾ മുന്നോട്ട് പോകണ്ടേ? നമ്മൾ ഈ പറയുന്നത് പോലെ ആളുകളിൽ നിന്ന് വീണ്ടും ഞാൻ പറഞ്ഞു ലാൻഡ് ടാക്സുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വാഹന നികുതിയുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക്, കാരണം ഈ വളരെ ഇലക്ട്രിക് പ്രോ ഫ്രണ്ട്ലി ആവണം എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ മുന്നിലൊക്കെ വലിയ അമിതമായ നികുതിയാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ആളുകളൊക്കെ അത്തരത്തിൽ മാറണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു മാറ്റമൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ അതിനൊക്കെ തടയിടുന്നത്
തരത്തിലല്ലേ ഈ കാര്യങ്ങൾ മാറുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ വെട്ടിച്ചുരുക്കൽ എന്ന് പറയുന്നതിനെ ഒട്ടും നിസ്സാരമായി കണ്ടുകൂടാ. നിങ്ങൾ ആ വെട്ടിച്ചുരുക്കലിൻ്റെ കണക്കുകൾ ഔദ്യോഗികമായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ അനുസരിച്ചിട്ടാണ് നിയമസഭയിൽ പാസ്സാക്കിയിട്ടുള്ള കാര്യങ്ങൾ വെട്ടിച്ചുരുക്കിയിട്ടുള്ളത്. ആ വെട്ടിച്ചുരുക്കിയ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അല്ലെങ്കിൽ ഏതൊക്കെ പ്ലാനുകളാണ്, ഏതൊക്കെ പദ്ധതി വിഹിതങ്ങളാണ് വെട്ടിച്ചുരുക്കിയതെന്ന് പറഞ്ഞു നോക്കുമ്പോൾ വളരെ കൃത്യമായി അവശ്യ വിഭാഗങ്ങൾക്ക്, അത് ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് SC/ST ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ്, ആ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട്, ലക്ഷം വീട് പദ്ധതിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഒരു സമൂഹത്തിൽ ഏറ്റവും പരിഗണിക്കപ്പെടേണ്ട അവശ്യ വിഭാഗങ്ങളായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ അവർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള പണത്തിൻ്റെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗം വെട്ടിച്ചുരുക്കുന്ന ഒരു പദ്ധതിയുമായി ഒരു സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ് ഈ ബജറ്റ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു വർഷത്തേക്ക് ഒരു സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ, ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന അലോക്കേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ബജറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ പിന്നീട് സാമ്പത്തിക ഞെരുക്കം വരുമ്പോൾ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഒരു സർക്കാരിനെ സംബന്ധിച്ചുണ്ടാകുമ്പോൾ, എന്നാൽ SC/ST-കാരുടെ ഫണ്ട് കുറച്ച് വെട്ടിച്ചുരുക്കിയേക്കാം, ന്യൂനപക്ഷക്കാരുടെ ഫണ്ട് വെട്ടിച്ചുരുക്കിയേക്കാം, അല്ലെങ്കിൽ അത് നിയമസഭയുടെ ഉപസമിതി കൂടി ഞങ്ങളൊരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ അത് നടപ്പിലാക്കിയേക്കാം എന്ന് ചിന്തിക്കുന്നതിൽ വലിയ അപകടമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ബജറ്റ് എന്ന് പറയുന്ന ഒരു രേഖയുടെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അത് വളരെ കൃത്യമായി നടപ്പിലാക്കപ്പെടേണ്ടതിൻ്റെ ഒരു സൂക്ഷ്മതയോ അതിൻ്റെ ഒരു ഉത്തരവാദിത്വ ബോധമോ പലപ്പോഴും ഇതിൽ നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഈ ബജറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, കുറേ വ്യവസായങ്ങൾ അല്ലെങ്കിൽ റോഡുകൾ, ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരം, കൊല്ലം, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രായോഗികമായ പരിസരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വികസന പദ്ധതിയൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുമ്പോഴും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ, കാരണം നമുക്കറിയാം വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വലിയ പ്രതിസന്ധിയുണ്ട്. ഇപ്പം വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന, ഞാനൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, ശ്രീ ടി ശിവദാസനുമൊക്കെ അദ്ദേഹവും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ, അപ്പോൾ അത്തരം ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ കോളേജുകളുമായി ബന്ധപ്പെട്ട് UGC-യുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ, ലീവ് സറണ്ടറുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രശ്നങ്ങൾ, അരിയർ നൽകാൻ കഴിയാത്തതിൻ്റെ വലിയ പ്രശ്നങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുന്നത്, പോസ്റ്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങളിലേക്ക്, പുതിയ സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളെ വലിയ വിദേശ രാജ്യത്തേക്കുള്ള വലിയൊരു ഇൻഫ്ലക്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത്തരത്തിൽ കുട്ടികളെ പിടിച്ചു നിർത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള പുതിയ പദ്ധതികളോ അത്തരത്തിലുള്ള ഒരു മാറ്റവും അല്ലെങ്കിൽ ആരോഗ്യരംഗത്തുണ്ടാകും. ഇപ്പോൾ കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പോലും വലിയ രീതിയിലുള്ള കുടിശ്ശികയാണ് അത്തരം ആശുപത്രികൾക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അത്തരം ആശുപത്രികളുമായി ബന്ധപ്പെട്ട് ചികിത്സ വഴിമുട്ടി നിൽക്കുന്ന ആളുകളുണ്ട്.